ഷെഹറ് ചെയ്യുന്നവനെ അള്ളാഹു വിടുകയില്ല. ഷെഹറിങ്ങനെ ചെയ്തേ വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ടായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഷെഹറ് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഷെഹറ് ചെയ്യുന്നവരുണ്ട്, വിളിച്ചിരുത്തുന്നവരുണ്ട്, വിളിച്ചപേക്ഷ ചെയ്യുന്നവരുണ്ട്, കണ്ണീര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നാക്ക് ദോഷം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇതിനെല്ലാത്തിനും പരിഹാരമായി അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് ദിക്ർ അറിയിച്ചിരിക്കുന്നു. നമ്മൾ ഈ ദിക്റങ്ങ് ചൊല്ലിയിട്ട് നമ്മളങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സാധാരണക്കാരായ നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന പ്രത്യേകമായ ഒരു കാര്യമാണ്. കാരണം നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, മിക്ക ആൾക്കാർക്കും ശത്രുക്കളുണ്ട്. ശത്രുക്കളില്ലാത്ത ജനങ്ങൾ ഇവിടെ വളരെ ചുരുക്കമാണ്. ശത്രുക്കൾ മുഖാന്തരം നമുക്കുണ്ടാകുന്ന കമ്പയർ നമുക്കുണ്ടാകുന്നുണ്ട്, നാക്ക് ദോഷം നമുക്കുണ്ടാകുന്നുണ്ട്, വിളിദോഷം നമുക്കുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായ ദോഷം ചെയ്യുന്ന സംഗതിയാണ്. കമ്പയർ എന്ന് പറയുന്നത് കണ്ണിന് ചില വിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവർക്ക് ചില ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ആ ആൾക്കാരുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം നഷ്ടപ്പെട്ടു പോകും. കമ്പയർ, അതായത് കണ്ണേർ എന്ന് പറയും. അത് കൺവിഷം എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വളരെ ദുരിതം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വിളിദോഷം എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ദോഷമാണ്. വിളിദോഷം വിളിച്ചിരുത്തിക്കിടയും നമ്മൾ ആ കാര്യം നമുക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടായി നമ്മൾ ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം വരിക. നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായ ഒരു ജീവിതം അള്ളാഹുവിൽ അടിയുറച്ചുകൊണ്ട് പടച്ചവനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഞാൻ ജീവിക്കുന്നു. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും നന്മകളും ഒക്കെ ചെയ്യുന്നു, ആത്മീയപരമായിട്ട് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല ജോലികൾ നമുക്കുണ്ട്, നല്ല ബിസിനസ്സുകൾ നമുക്കുണ്ട്. എല്ലാം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് ഹൈർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു തന്ന് നമ്മുടെ കുടുംബം ഇങ്ങനെ ഉയർന്ന നിലയിൽ നല്ല നിലയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസൂയ ഉണ്ടാകും. അത് കൂടുതലും നമ്മുടെ സ്വന്തക്കാർക്കാണ് ഉണ്ടാകുന്നത്. അസൂയകളില്ലാത്ത ആൾക്കാരില്ല. ആ ആൾക്കാർ നമ്മളെ വിളിച്ചങ്ങിരുത്തുന്നതാണ്. അപ്പോൾ ഈ വിളിച്ചിരുത്തലുകൾ, ഈ അസൂയ, ഈ കമ്പയർ, ഈ കണ്ണീർ, ഈ നാക്കുദോഷം, ഇതൊന്നും എറിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് അറിയിപ്പ് തന്നിരിക്കുന്നു. ഈ ദിക്ർ നീ ചൊല്ലൂ, ഈ ദിക്ർ നീ ചൊല്ലിയിട്ട് എന്നോട് ചോദിക്കൂ, നിനക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം, നിന്നെ ഇതിനെല്ലാം ഞാൻ രക്ഷപ്പെടുത്താമെന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിക്റങ്ങ് ചെല്ലാം. ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കങ്ങ് രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല, ഒരാൾ രണ്ടുപേരുമായി സംസാരിച്ചിട്ട് ഒരു ചെറിയൊരു വാക്തർക്കം ഇങ്ങോട്ടുണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനകത്ത് ഇതൊരു വൈരാഗ്യമായി വെച്ചിരുന്നു കൊണ്ട് അവൻ പോയിട്ട് ഷെയർ ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിൽ ഈ കുടുംബത്തെ തറുക്കാൻ, ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ തരിപ്പണമാക്കാനുള്ള മാർഗം അവൻ ചെയ്യുന്നു. അവൻ്റെ രക്തത്തിൽ അത് ലയിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്താൽ അവൻ നരകത്തിലാണ്, ചെയ്യുന്നവൻ നരകത്തിലാണ്. അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല. ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ അതിൽ നിന്നും പിന്മാറണമെന്നും പറയുന്നു. ഖുർആൻ വിളിച്ചു പ്രത്യേകം പറയുന്നു, ഷെയർ ചെയ്യല്ലേ. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്തുകൾ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നരകം കിട്ടുന്ന കാര്യത്തിലും ഉറപ്പ് തന്നെ, നരകം കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ നിന്നും രക്ഷപ്പെട്ടാൽ നല്ലവനാകും. നല്ല പ്രവൃത്തികൾ പിന്നെ ചെയ്തിട്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്നും വരാം. തീർത്തൊന്നും പറയാൻ വയ്യ. ഷെയർ ചെയ്യുന്നവനെ അല്ലാഹു വിടുകയില്ല. ഷെയർ ഇങ്ങനെ ചെയ്തേ വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ടായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഷെയർ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട്, വിളിച്ചിരുത്തുന്നവരുണ്ട്, വിളിച്ചപേക്ഷ ചെയ്യുന്നവരുണ്ട്, കണ്ണീര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നാക്ക് ദോഷം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇതിനെല്ലാത്തിനും പരിഹാരമായി അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് ദിക്ർ അറിയിച്ചിരിക്കുന്നു. നമ്മൾ ഈ ദിക്റങ്ങ് ചൊല്ലിയിട്ട് നമ്മളങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിഹാരമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഈ ലോകത്തും പരലോകത്തും ഈ ദിക്റിന് ഗുണം നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ദിക്റല്ലേ ഇത്. ഇത് നിസ്സാരമായ കാര്യമല്ലല്ലോ. ആർക്കും പറഞ്ഞെങ്കിൽ തള്ളാവുന്നൊരു കാര്യമില്ല.
എന്നാൽ പറഞ്ഞ് തള്ളുന്നവരുണ്ട്. അവരും അള്ളാഹുവും ആയിക്കൊള്ളട്ടെ എന്ന് നമുക്കങ്ങ് പറയാം. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്നവർ ഒരു കാര്യം ചെയ്യണം. ഈ ദിക്ർ ചെല്ലുമ്പോൾ 1001 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. ഈ 1001 പ്രാവശ്യം എന്ന് പറയുന്നത് കൂടുതൽ സമയമൊന്നും വേണ്ട, അരമണിക്കൂർ പോലും വേണ്ട. ഇതൊരു 1001 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ നിർബന്ധമായിട്ട് ചെല്ലണം. മാത്രമല്ല ഒരു 7 ദിവസം നിങ്ങൾ ഈ ദിക്ർ തൊട്ട് നിങ്ങൾ ചെല്ലണം. 7 ദിവസം നിർബന്ധമായിട്ടും 7 ദിവസം ചെല്ലണം. അഥവാ 1 ദിവസം വിട്ടുപോയാലും പ്രശ്നമല്ല, 7 ദിവസം ചെല്ലണമെന്നേ ഉള്ളൂ. ചെല്ലി നമ്മളൊരു ദുആ ചെയ്യുക. ആ ദുആയിലൂടെ നമ്മുടെ പ്രശ്നത്തിനെല്ലാം, നമ്മുടെ കുടുംബജീവിതത്തിനെല്ലാം പരിഹാരം അറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം തരും, ബർക്കത്ത് തരും, സമ്പത്ത് തരും, സമ്പൽ സമൃദ്ധി തരും, പേര് പെരുമ തുടങ്ങിയുള്ള എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും അല്ലാഹു തരിക ചെയ്യും. ഇത് മാത്രമല്ല ആഖിറത്തിലും നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നതാണ്, നമ്മുടെ ഈമാൻ ശക്തി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുക. ഒരു 1001 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. ചെല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദ് പറഞ്ഞ് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് നിങ്ങൾ അവസാനിക്കുകയും വേണം. ഇത് ചെയ്യണമെന്ന് താഴ്മയായി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഞാനിതാ ദിക്ർ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതാണ് ചെല്ലേണ്ടത്. ഇതൊന്ന് ചെല്ലുന്നതിന് വല്ല പാടുകൊണ്ടോ വല്ല ബുദ്ധിമുട്ടുകൊണ്ടോ വല്ല പ്രയാസവും കൊണ്ടോ തസ്ബീഹ് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് 1001 പ്രാവശ്യം നിങ്ങളങ്ങ് ചെല്ലണം. എന്തിനു വേണ്ടി ചെല്ലുന്നോ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൽ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അഥവാ ഉണ്ടായിരിക്കുന്ന ദോഷങ്ങളെയെല്ലാം മാറ്റുന്നതിന് വേണ്ടി, നിങ്ങളുടെ കുടുംബം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാകുന്നതിന് വേണ്ടി ഒക്കെയാണ് ഈ ദിക്ർ ചെല്ലേണ്ടത്. മടി കൂടാതെ ഈ ദിക്ർ ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.